ഒരു വശത്ത് അമേരിക്ക, മറുവശത്ത് ഇസ്രായേൽ. രണ്ട് ഭാഗത്തു നിന്നും നൂറുകണക്കിന് മിസൈലുകളാണ് ദിവസവും യമന് നേരെ വർഷിക്കുന്നത്. ഹൂത്തി താവളങ്ങളിൽ പലയിടത്തും അവ വൻ നാശവും വിതച്ചു. നൂറുകണക്കിന് പേർ മരിച്ചു വീണു. പക്ഷേ ഹൂത്തികൾക്ക് മാത്രം ഒരു കുലുക്കവുമില്ല. ഫലസ്തീനികളുടെ രക്തത്തിന് അമേരിക്കയോടും ഇസ്രായേലിനോടും കണക്ക് ചോദിച്ചേ അടങ്ങൂ എന്നാണ് പ്രഖ്യാപനം. ഒരു ശക്തിക്കും ഒരാക്രമണത്തിനും തങ്ങളെ പിന്തിരിപ്പിക്കാനാകില്ലെന്നും ആവർത്തിച്ച് പറയുന്നുണ്ട് ഹൂത്തികൾ. അമേരിക്കയുടെ ഏറ്റവും വലിയ യുദ്ധക്കപ്പലുകളിലൊന്നായ USS ഹാരി ട്രൂമാൻ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൂത്തികളുടെ നിരന്തര ആക്രമണം നടക്കുന്നുണ്ട്. ടെല്ലവീവിലേക്കും ജെറുസലേമിലേക്കും മിസൈലുകളും റോക്കറ്റുകളും വർഷിക്കുന്നുമുണ്ട്. ഇപ്പോഴിതാ ഇസ്രായേൽ സൈനിക താവളവും ഹൂത്തികൾ ആക്രമിച്ചതായുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. ടെല്ലവീവിലുള്ള ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് കേന്ദ്രത്തിന് നേരെയാണ് ഡ്രോൺ ആക്രമണം നടത്തിയത്. അടിച്ചമർത്തപ്പെടുന്ന ഫലസ്തീനി ജനതയുടെ വിജയമെന്നാണ് ആക്രമണത്തെ ഹൂത്തി സൈനിക വക്താവ് യഹ്യ സാരി വിശേഷിപ്പിച്ചത്. ഗസയിൽ തുടരുന്ന വംശഹത്യക്കുള്ള മറുപടിയാണിത്. അവിടെ ആക്രമണവും ഉപരോധവും അവസാനിപ്പിക്കും വരെ തിരിച്ചടിയും തുടരുമെന്നും സാരി വ്യക്തമാക്കി. ശനിയാഴ്ചയായിരുന്നു ടെല്ലവീവ് ലക്ഷ്യമിട്ട് ഹൂത്തികൾ ഡ്രോണുകൾ അയച്ചത്. ആക്രമണത്തിലെ നാശനഷ്ട കണക്കോ ആളപായമോ ഒന്നും ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം ദക്ഷിണ മേഖലയിലുള്ള അരാവയിൽ പുറത്തു നിന്നെത്തിയ ഒരു ഡ്രോൺ തകർത്തതായി IDF അവകാശപ്പെട്ടിട്ടുമുണ്ട്. ഇതേസമയം തന്നെ അമേരിക്കയുടെ ഡ്രോണുകൾ ഹൂത്തികൾ തകർത്തിട്ടതായുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശതകോടികൾ വിലമതിക്കുന്ന ജയന്റ് ഷാർക്ക് F-360 ഡ്രോണാണ് തകർത്തത്. അമേരിക്കൻ ഇസ്രായേൽ സൈന്യങ്ങൾ സംയുക്തമായാണ് ഈ ഡ്രോണുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നത്. യമനിലെ സാദ പ്രവിശ്യയിൽ ചാരപ്രവർത്തനം നടത്തുകയായിരുന്നുവെന്നാണ് ഹൂത്തികൾ ആരോപിക്കുന്നത്. തദ്ദേശീയമായി വികസിപ്പിച്ച മിസൈലുകൾ കൊണ്ടാണ് ജയന്റ് ഷാർക്ക് തകർത്തിട്ടത്. ചൈനീസ് കമ്പനിയായ വ്യൂപ്രോ നിർമ്മിച്ച ഇലക്ട്രിക് ഡ്രോണാണ് ജയന്റ് ഷാർക്ക് F-360. ദീർഘസമയം ചാരപ്രവർത്തനവും സൂക്ഷ്മ നിരീക്ഷണവും നടത്താനും ആക്രമണത്തിനായി ലക്ഷ്യസ്ഥാനങ്ങൾ നിർണ്ണയിക്കാനുമെല്ലാമാണ് ഈ ഡ്രോണുകളെ പ്രധാനമായും ഉപയോഗിക്കുന്നത്. നേരത്തെ അമേരിക്കയുടെ തന്നെ MQ-9 റീപ്പർ ഡ്രോണുകളും ഹൂത്തികൾ തകർത്തിരുന്നു. അൽ ഹുദൈദ പ്രവിശ്യയിൽ ഏപ്രിൽ 3-നാണ് അവസാനമായി അത്തരമൊരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. ഒക്ടോബർ 7-ന് ശേഷം ഇത്തരത്തിൽ 17 അമേരിക്കൻ ഇസ്രായേൽ ഡ്രോണുകൾ തകർത്തിട്ടുണ്ടെന്നാണ് ഹൂത്തി വക്താവ് അവകാശപ്പെടുന്നത്. US രേഖകൾ പ്രകാരം 30 മില്യൺ മുതൽ 33 മില്യൺ വരെയാണ് ഒരു MQ-9 റീപ്പർ ഡ്രോണിന്റെ നിർമ്മാണ ചെലവ്. ഏകദേശം 250 കോടി രൂപ. 2023-ൽ മോദി സർക്കാർ അമേരിക്കയുമായി MQ-9B ഡ്രോൺ കരാറിൽ ഒപ്പുവച്ചിരുന്നു. $3.5 ബില്യൺ കരാറിൽ 31 ഡ്രോണുകളായിരുന്നു ഇന്ത്യ അമേരിക്കയിൽ നിന്ന് സ്വന്തമാക്കാൻ ധാരണയായത്. ആ കരാർ പ്രകാരമാണെങ്കിൽ ഒരൊറ്റ ഡ്രോണിന് $113 മില്യൺ, ഏകദേശം 900 കോടി രൂപ വില വരും. ഏത് കണക്കിലും അമേരിക്കയ്ക്ക് ശക്തമായ പ്രഹരമാകും ഹൂത്തികളുടെ ആക്രമണം. അതിനിടെ കഴിഞ്ഞ ദിവസവും ഹൂത്തികൾ USS ട്രൂമാൻ യുദ്ധക്കപ്പൽ ആക്രമിച്ചതായും ചില റിപ്പോർട്ടുകളുണ്ട്. വടക്കൻ ചെങ്കടലിലായിരുന്നു ആ ആക്രമണം. നാവികസേനയും ഡ്രോൺ മിസൈൽ യൂണിറ്റുകളും സംയുക്തമായി മണിക്കൂറുകൾ നീണ്ട ഓപ്പറേഷനാണ് നടന്നതെന്ന് അവകാശപ്പെടുന്നുണ്ട് ഹൂത്തി വക്താവ് യഹ്യ സാരി. തുടർച്ചയായി 4ാമത്തെ ആഴ്ചയാണ് USS ട്രൂമാൻ ലക്ഷ്യമിട്ട് ഹൂത്തി മിസൈലുകൾ എത്തുന്നത്. മറ്റൊരു US യുദ്ധക്കപ്പലിന് നേരെ മിസൈൽ വർഷിച്ചതായി അവകാശവാദമുണ്ട്. ചെങ്കടലിലും അറബിക്കടലിലും ഇസ്രായേലിന്റെ സ്വൈരവിഹാരം അനുവദിക്കില്ലെന്നാണ് യഹ്യ സാരി മുന്നറിയിപ്പ് നൽകിയത്. ഇതുവഴിയുള്ള ഇസ്രായേലിന്റെ ചരക്ക് ഗതാഗതം ഒരു നിലയ്ക്കും അനുവദിക്കില്ല. ഗസയ്ക്ക് നേരെയുള്ള ആക്രമണം നിർത്തും വരെ ചെങ്കടൽ ഓപ്പറേഷനിലും വിട്ടുവീഴ്ചയില്ലെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഹൂത്തി വക്താവ്. ട്രംപ് അധികാരത്തിലേറിയ ശേഷമാണ് ചെങ്കടലിൽ ഇസ്രായേലിലേക്കുള്ള ചരക്ക് ഗതാഗതത്തിന് അമേരിക്ക സുരക്ഷ കടുപ്പിച്ചത്. ഹൂത്തികളെ മേഖലയിൽ നിന്ന് പിന്തിരിപ്പിക്കാനായി യമനിൽ മിസൈലുകൾ വർഷിച്ചായിരുന്നു ട്രംപിന്റെ തുടക്കം. ആക്രമണത്തിൽ ഹൂത്തി താവളങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും നൂറുകണക്കിന് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ ഇതിനുശേഷവും ഹൂത്തികൾ പിന്തിരിയുന്ന പ്രശ്നമേ ഇല്ലെന്നാണ് തുടർ ദിവസങ്ങളിലെ അവരുടെ തിരിച്ചടികൾ വ്യക്തമാക്കുന്നത്. ലോകത്തെ ഏറ്റവും വലുതും അത്യാധുനികവുമായ യുദ്ധക്കപ്പലാണ് അമേരിക്കയുടെ USS ഹാരി എസ് ട്രൂമാൻ. ഏകദേശം 1000-ലേറെ അടി നീളവും 100,000-ലേറെ ടൺ ഭാരം വഹിക്കാനുള്ള ശേഷിയും ആ കപ്പലിനുണ്ട്. ഒരേ സമയം 90 യുദ്ധവിമാനങ്ങൾക്ക് പാർക്ക് ചെയ്യാനുള്ള സന്നാഹങ്ങളും അതിനകത്തുണ്ട്. ഏത് നീക്കത്തിനും സജ്ജമായി വിർജീനിയയിലെ നോർഫോക്ക് നാവിക താവളത്തിൽ നങ്കൂരമിട്ടിരുന്ന USS ഹാരി ട്രൂമാൻ കഴിഞ്ഞ ഏതാനും മാസങ്ങളായി പശ്ചിമേഷ്യയിലെ വിവിധ കേന്ദ്രങ്ങളിൽ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇസ്രായേലിലേക്കും തിരിച്ചുമുള്ള ചരക്ക് ഗതാഗതത്തിന് സുരക്ഷയൊരുക്കുക, ഇറാനും ഹമാസിനും ഹൂത്തികൾക്കും ഹിസ്ബുല്ലയ്ക്കും ഇടയിൽ ഇസ്രായേലിന് കാവലൊരുക്കുക, ആഗോള വ്യാപാര രംഗത്തെ പ്രധാന നാവിക പാതയായ ചെങ്കടലിൽ ഹൂത്തികളുടെ ഭീഷണി ചേർക്കുക, ഇതൊക്കെയാണിപ്പോൾ ആ വമ്പൻ കപ്പലിന് പണി. അടുത്ത ദിവസങ്ങളിലായി നിരവധി തവണയാണ് ഹൂത്തികളെ ലക്ഷ്യമിട്ട് ട്രൂമാൻ കപ്പലിൽ നിന്ന് യമനിലേക്ക് മിസൈലുകൾ വർഷിച്ചത്. ഇതേ പടക്കപ്പൽ ലക്ഷ്യമിട്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ ഡസൻ കണക്കിന് മിസൈലുകളാണ് ഹൂത്തികൾ അയച്ചത്. USS ട്രൂമാൻ മാത്രമല്ല, അതിന് സംരക്ഷണം ഒരുക്കുന്ന അകമ്പടി കപ്പലുകളും ഹൂത്തികൾ ആക്രമിച്ചിട്ടുണ്ട്.